ദിലീപിൻ്റെ എതിരെയുള്ള കുറ്റകൃത്യം എവിടെ നിന്നാണ് ഇവർ ചുമത്തുന്നത്? പൾസർ സുനി എന്ന് പറഞ്ഞ ഇതിലെ പ്രധാന പ്രതിയുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ ഉപോത്ബലകമാകുന്ന മറ്റൊരു സാഹചര്യ തെളിവുകളും ഇല്ല. അഥവാ അങ്ങനെ ഒരു സാഹചര്യ തെളിവും വിലപ്പോ ഇല്ല, കോടതിയുടെ മുമ്പിൽ നിലനിന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രതി എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വൃത്തികേട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിയാകുമോ? അത് എന്ത് നീതിയാണത്? അപ്പോൾ അതല്ലെങ്കിൽ മറ്റ് തെളിവുകൾ ശേഖരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വീഴ്ച ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മൊഴിയുടെ പുറത്ത് മാത്രം കെട്ടിപ്പൊക്കിയ ഒരു കുറേ മൊഴികളുടെ പിന്നീട് ഈ പ്രതി വളരെ ബോധപൂർവം ദിലീപിൻ്റെ ഇതിൽ പങ്കുണ്ട് എന്ന് വരുത്താൻ വേണ്ടി ബോധപൂർവ്വ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ കത്തെഴുതിയതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നീട് ഇവരുടെ കടയിൽ ആരെയൊക്കെ അയക്കുന്നുണ്ട്, അങ്ങനെ പിന്നെ ദിലീപേട്ട എന്ന് പറഞ്ഞാൽ കത്ത് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇവർ തമ്മിലുള്ള ബന്ധം കൊണ്ടുവരാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറേ ശ്രമങ്ങൾ ഈ പ്രതി നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം പോലീസ് വീണ് പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇത് കെട്ടിപ്പൊക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതാണ്ട് വർഷങ്ങളോളം നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് ആക്രമിച്ചതെന്നാണ് പറയുന്നത്. ഈ വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഒരു സാമ്പത്തികമായ ഒരു ട്രാൻസാക്ഷൻ്റെ തെളിവോ ദിലീപായിട്ടോ ദിലീപിനടുപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലുമായിട്ട്, ഈ നാദിർഷ അല്ലെങ്കിൽ ഡ്രൈവർ അപ്പുണ്ണി എന്നൊരാളുടെ പേര് ഇടയ്ക്ക് വന്നിരുന്നു, കാവ്യ മാധവൻ്റെ ഇത് വന്നു, കാവ്യയുടെ വീട്ടുകാരുണ്ട്, ഇവർ ആരെങ്കിലുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ, അതുപോട്ടെ ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒരു SMS പോലും ഈ സമയങ്ങളിൽ ഉള്ളതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാത്രവുമല്ല, ഈ പൾസർ സുനി കൊട്ടേഷൻ എടുത്തിട്ടാണോ എല്ലാ തവണ ഇത്തരം വൃത്തികേടുകൾ ചെയ്തിട്ടുള്ളത്? എത്ര കേസുകൾ പ്രതിയാണ്? ഇതിന് മുമ്പ് തന്നെ, ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് 2 വർഷം മുമ്പ് ഒരു മുൻകാല നടിയെ ഇതുപോലെ തന്നെ അയാൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയും അവർക്ക് സംശയം തോന്നി അവരുടെ ഭർത്താവിനെ വണ്ടിയിലിരുന്ന് ഫോണിൽ വിളിക്കുകയും ചെയ്തപ്പോഴാണ് ഇയാൾ അവരെ കൊച്ചിയിൽ ഒരിടത്ത് കൊണ്ട് ഇറക്കിയിട്ട് പോയത്. അപ്പോൾ അതാരുടെ കൊട്ടേഷനായിരുന്നു? അത് വെറുതെ ഹിയർസേ ആയല്ലോ, പോലീസ് തന്നെ കേസെടുത്തതാണല്ലോ ആ വിഷയത്തിൽ. അപ്പോൾ അതിന് കൊട്ടേഷൻ വേണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഒരാളെ അറസ്റ്റ് ചെയ്തങ്ങ് അത് ഗൂഢാലോചനയ്ക്ക് പ്രതി ചേർത്തു. അത് നിലനിന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.